ആവശ്യമില്ലാതെ ആരോടും വഴക്കടിക്കാനോ കാര്യത്തിനൊന്നും ഇവർ പോകാറില്ല. പക്ഷെ അങ്ങോട്ട് ചെന്ന് കയറിയാലോ അവരൊട്ട് വിട്ടുകൊടുക്കത്തുമില്ല. ഒരേ സമയം തന്നെ 2ഉം 3ഉം ജോലികളിലൊക്കെ ഏർപ്പെട്ട് ഭയങ്കര ഐഡിയപരമായിട്ടൊക്കെ ആയിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. ഇവർക്ക് എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ഇവർ ആരാണെന്ന് നോക്കൂല, അവരുടെ മുഖമടച്ച് നല്ല രീതിയിൽ തന്നെ പറയും. ടയേർഡ്നെസ്, ചെറിയ ചെറിയ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ്. നമസ്കാരം. മെട്രിക്സ് ചാനലിൻ്റെ സെഗ്മെൻ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അനിഴം നക്ഷത്രത്തിൻ്റെ വിഷുഫലത്തെക്കുറിച്ചാണ്. അനുരാധ എന്നൊരു പേര് കൂടിയുള്ള അനിഴം നക്ഷത്രത്തിൻ്റെ വിഷുഫലമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പം അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ കൂടി പറയുന്നു. നമ്മൾ ഏതൊരു നക്ഷത്രത്തിൻ്റെയും വിഷുഫലം പറയാൻ നേരത്തും ആദ്യം ആ നക്ഷത്രക്കാരുടെ കുറച്ച് ഗുണഗണങ്ങളെക്കുറിച്ചാണ് ആദ്യം നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ സംശയം ഉണ്ടാവും. ഇപ്പോഴത്തെ ഒരു സമയം, അതുപോലെ തന്നെ വിവാഹ തടസ്സം, അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം. അപ്പം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം. അപ്പോൾ വിഷുഫലത്തിൽ നമ്മൾ ഇന്ന് പറയുന്നത് അനിഴം നക്ഷത്രത്തെക്കുറിച്ചാണ്. വൃശ്ചികൻ രാശിയിലുള്ള അനിഴം നക്ഷത്രത്തിൽ പൊതുവേ അവർ സമാധാനപ്രിയരാണ് കുറച്ചൊക്കെ. അതായത് ഉള്ളിലൊന്നും ഉണ്ടാവില്ല, വളരെ ശാന്ത സ്വഭാവവും കാര്യങ്ങളുമാണ്. പക്ഷേ പെട്ടെന്നായിരിക്കും അവർ ചൂടാകുന്നത്. കാരണം പെട്ടെന്ന് ചൂടായി അതുപോലെ തന്നെ തണുത്ത് വരുന്ന ഒരു പ്രകൃതമാണ്. ആവശ്യമില്ലാതെ ആരോടും വഴക്കടിക്കാനോ കാര്യത്തിനൊന്നും ഇവർ പോകാറില്ല. പക്ഷെ അങ്ങോട്ട് ചെന്ന് കയറിയാലോ അവരൊട്ട് വിട്ടുകൊടുക്കത്തുമില്ല. അതാണ് അനിഴം നക്ഷത്രക്കാർ. അത് അവരുടെ കർമ്മരംഗത്തൊക്കെ നല്ല ഹാർഡ് വർക്ക് കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ അമാനുഷിക കഴിവുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പല ജോലികളും അവർ ചെയ്തു തീർക്കുന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരേ സമയം തന്നെ 2ഉം 3ഉം ജോലികളിലൊക്കെ ഏർപ്പെട്ട് ഭയങ്കര ഐഡിയപരമായിട്ടൊക്കെ ആയിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. അതുപോലെ ശുഭകാര്യങ്ങൾക്കൊക്കെ നല്ലൊരു ദിവസം തന്നെയാണ് അനിഴം നക്ഷത്രം. വിവാഹം, അതുപോലെ തന്നെ വാഹനമൊക്കെ നമ്മൾ മേടിച്ചിട്ട് ഇറക്കുന്ന ദിവസമൊക്കെ, അങ്ങനെയുള്ള പല നല്ല കാര്യങ്ങളും ചെയ്യുന്നതിന് ഒരു നല്ല ദിവസം കൂടിയാണ് അനിഴം നക്ഷത്രം. ഇവർ കൂട്ടുകാരൊക്കെ കുറേ പേരൊക്കെ പേരിനുണ്ടാവുമെങ്കിലും വിരലിലുണ്ടെന്ന ആൾക്കാർ മാത്രമേ ഇവരുടെ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ പെട്ടെന്ന് തന്നെ ചൂടാവുന്ന, അതായത് ഇവർ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഇവർക്ക് എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ഇവർ ആരാണെന്ന് നോക്കൂല, അവരുടെ മുഖമടച്ച് നല്ല രീതിയിൽ തന്നെ പറയും. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അല്ല, അവർക്കുള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവരെ നല്ല രീതിയിലൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിട്ടുകൊടുക്കത്തില്ല. എത്ര വർഷം കഴിഞ്ഞിട്ടാണേലും അവരത് തിരിച്ചു കൊടുത്തിരിക്കും. ഇപ്പോൾ പൊതുവെ കുറച്ച് മോശമായിട്ടുള്ളൊരു സമയം, അതായത് ഇവർക്കിപ്പോൾ ശനിയുടെ അപഹാര കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവർക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുറച്ച് മോശ സമയമാണ്. എങ്കിലും വലിയ കുഴപ്പമില്ല. ഭദ്രകാളിയെ ഒന്ന് പ്രീതിപ്പെടുത്തി, അതുപോലെ തന്നെ കൃഷ്ണനെയൊക്കെ ഒന്ന് പ്രീതിപ്പെടുത്തിയാൽ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ശരിയാവും. അതുപോലെ തന്നെ ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടൊക്കെ ഒന്ന് ശ്രമിക്കുക. കർമ്മരംഗത്ത് അല്ലെങ്കിൽ പുതിയ ബിസിനസ് കാര്യങ്ങളൊക്കെ സൈഡ്, ഇപ്പോൾ ഒരു ജോലി ഉണ്ടെങ്കിൽ കൂടി അതിൻ്റെ കൂടി തന്നെ സൈഡിലായിട്ട് അവർക്ക് ചെറിയൊരു ബിസിനസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുവാനൊക്കെ ഒരു നല്ല സമയം കൂടിയാണ്. അതുപോലെ മറ്റുള്ള നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു സമയത്ത് അവർക്ക് കുറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ വരുന്ന സമയമാണ്. അതായത് ഭയങ്കരമായിട്ടൊരു ടയേർഡ്നെസ്, ചെറിയ ചെറിയ അസുഖങ്ങൾ
കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇനി ഇവരുടെ കൂടുതൽ വിഷു ഫലത്തിലേക്ക് തന്നെ പോകാം. അതിനു മുമ്പ് തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. കുറച്ച് നല്ല രീതിയിൽ തന്നെ അവർ ഈശ്വര വിശ്വാസത്തോടു കൂടി പോവുക എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നിന്നോട് പറയുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളായിട്ടുള്ളൊരു ഈശ്വര വിശ്വാസത്തിൽ അവർക്ക് കുറച്ച് പിന്നോക്ക അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. അതായത് വളരെ ചുരുക്കം ചെന്ന ആൾക്കാരിൽ, അതായത് 50-50 എന്ന് തന്നെ നമുക്ക് കൂട്ടാം. അങ്ങനെയുള്ളവർ അത് വീണ്ടും പഴയ രീതിയിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു വിജയത്തിലേക്കും കാര്യത്തിലേക്കും ഒക്കെ എത്താവുന്ന ഒരു സമയം കൂടിയാണ് ഇനിയുള്ള കാര്യം. അപ്പോൾ അനിഴം നക്ഷത്രക്കാരുടെ വിഷു ഫലത്തിലേക്ക് തന്നെ നമുക്ക് പോവാം. അനിഴം നക്ഷത്രക്കാർക്ക് വിഷു ഫലത്തിൽ അവരുടെ ഇപ്പം ചെയ്യുന്നൊരു ജോലിയിലൊക്കെ ചില വിട്ടുവീഴ്ച കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന ജോലിയിൽ മറ്റാരെ അടുപ്പിക്കാതെ ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അതിലൊക്കെ ഒന്നൊരു ചെറിയൊരു വിട്ടുവീഴ്ച കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പുതിയ നല്ല കൂട്ടുകെട്ടുകളൊക്കെ ഇവർക്കുണ്ടാവും. അതുവഴി തന്നെ കുറച്ച് മനസമാധാനം കാര്യങ്ങളൊക്കെ വരാനും അവർക്കൊന്ന് ചെറിയ രീതിയിലൊക്കെ ഒരു സന്തോഷം പ്രകടിപ്പിക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ എല്ലാവരെയും അമിതമായി വിശ്വസിക്കരുത്. കാരണം ഇവർ സ്നേഹം കൊണ്ട് ഇവരെ തോൽപ്പിക്കാൻ പറ്റും. ആ ഒരു കാര്യത്തിൽ ബാക്കി ഒന്നിലും അവരങ്ങനെ പെട്ടെന്ന് ഒരിത് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ സ്നേഹം കൊണ്ട് ഇവരെ തോൽപ്പിക്കാം. ഇവരെന്ത് വേണേ ചെയ്തു കൊടുക്കും. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ മാത്രമാണ് അവരെ ഇങ്ങനെ തോൽപ്പിക്കാനായിട്ട്. പക്ഷെ അതിനകത്ത് എന്തെങ്കിലും വിള്ളൽ എന്തെങ്കിലും വന്നാൽ ഭയങ്കരമായിട്ട് ചൂടാകും. അങ്ങനെ ഒരു പ്രകൃതം കൂടിയുണ്ട്. അപ്പോൾ ആരെയും അമിതമായി വിശ്വസിക്കരുത്. അങ്ങനെ ഒരു കാര്യം കൂടിയാണ് പ്രധാനമായിട്ട് പറയുന്നത്. കാരണം പലരും നിങ്ങളുടെയൊക്കെ ഇനിയുള്ള സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ തമ്പനയിലിൻ്റെ ഇതിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ കോടീശ്വരന്മാരാകാനുള്ള ഒരു യോഗം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ശത്രുക്കളായിട്ടുള്ളവരും മിത്രങ്ങളായി വരാം. അതുപോലെ തന്നെ ബന്ധുക്കൾ, അതായത് നിങ്ങൾ പൈസ ഇല്ലാത്തൊരു സമയത്ത് നിങ്ങളെ തഴഞ്ഞിരുന്നൊരു ബന്ധുക്കളൊക്കെ തിരിച്ചു വരാം. കാരണം എന്താ, പൈസ ഉള്ളപ്പം ബന്ധുത്വമൊക്കെ ആവാം എന്നുള്ള രീതിയിൽ വരാനുള്ളൊരു സാഹചര്യം കാര്യങ്ങൾ കാണുന്നു. അപ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം മാത്രം നിങ്ങളത് നോക്കി കണ്ട് ചെയ്യുക. കാര്യം അല്ലെങ്കിൽ ധനനഷ്ടം കാര്യങ്ങളിലേക്കൊക്കെ വരും. അപ്പോൾ ആരെയും വിശ്വസിച്ച് കണം കൊടുക്കാതിരിക്കുക. ഈ പറഞ്ഞ ശത്രുക്കൾ അല്ലെങ്കിൽ നിങ്ങളെ അന്ന് മൈൻഡ് ചെയ്യാത്ത ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം മാത്രം മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ഭയങ്കര ഒരു ധനനഷ്ടത്തിനും അതുപോലെ തന്നെ ഇവരുമായിട്ട് ഇടപാട്, പണമിടപാടായിക്കോട്ടെ, അല്ലെ സ്നേഹ സംബന്ധമായിട്ടുള്ള കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവർക്കൊരു മനോവിഷമം കാര്യങ്ങളിലേക്ക് വരും. അതിവരുടെ ബിസിനസ് അല്ലെന്നുണ്ടെങ്കിൽ ഇവരെന്താണോ ജോലി ചെയ്യുന്നത് അതിനെയൊക്കെ ബാധിക്കും. പെട്ടെന്നൊരു എന്താ പറയുന്ന ഒരു മനോവിഷമം കൊണ്ട് ഡിപ്രഷൻ പോലെയുള്ള സ്റ്റേജിലേക്ക് വരാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഒരു അത്യാവശ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ തന്നെ നിങ്ങൾ ആ ഒരു അഗ്രസീവ് മൈൻഡിൽ തന്നെ മുന്നോട്ട് പോവുക. ആ ഒരു അഗ്രസീവ് മൈൻഡും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായാൽ തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കോടീശ്വരന്മാരായി തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ തിരുമേനി പറഞ്ഞു കോടീശ്വരന്മാരാവും അനിഴം നക്ഷത്രക്കാർ എന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് മറ്റേ സിനിമയിൽ പെട്ടെന്ന് കുളിക്കുന്നു, ഷർട്ടിടുന്നു, എന്നിട്ട് നേരെ കട്ടിലേക്ക് കയറി കിടക്കുന്നു. എന്നിട്ട് വനജെ കഞ്ഞിയാകുമ്പോൾ പറഞ്ഞാൽ മതി, തിരുമേനി പറഞ്ഞിട്ടുണ്ട് കോടീശ്വരനാവും. അങ്ങനെ കോടീശ്വരനാവില്ല. ഈ അനിഴം നക്ഷത്രത്തിൻ്റെ കാര്യങ്ങളിൽ ഒന്നുകൂടി ഞാൻ പറയാം, ഇവർക്ക് നല്ല കഴിവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതനുസരിച്ച് ഒന്ന് കുറച്ച് ടെക്നിക്കൊക്കെ അഡോപ്റ്റ് ചെയ്ത് അവർ തന്നെ ഒരു ഐഡിയ ഒക്കെ കണ്ടെത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു വിജയം അല്ലെങ്കിൽ നല്ല പോലെ സമ്പാദിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഈ വർഷം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുറേ ലക്ക് കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് ലഭിക്കാനുള്ള ഒരു വർഷം കൂടിയാണ്. കാരണം നമുക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം വേണം. അതല്ല, ലക്ക് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാത്തിലും ഒന്ന് വിജയിക്കാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം ഇവർക്ക് ഈ വർഷമുണ്ട്. അപ്പം അങ്ങനെ തന്നെ നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ എന്തും നേടിയെടുക്കാനുള്ളൊരു സമയം കൂടിയാണ്. പിന്നെ കുറച്ച് ആൾക്കാരുമായിട്ടൊക്കെ ഒരു ചേർച്ചയില്ലായ്മ കാര്യങ്ങളൊക്കെ വരും. അതൊന്നും നിങ്ങൾ കൂടുതൽ കാര്യങ്ങളിലേക്ക്
എടുക്കണ്ട. അതായത് കുറച്ച് അങ്ങനെയുള്ള ആൾക്കാർ, നമ്മളെല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിച്ച് വിജയിക്കാനൊന്നും പറ്റൂല. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ നമ്മളുമായിട്ടൊക്കെ ചിലപ്പോൾ ഒന്ന് വഴക്കിടേണ്ട വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ പോട്ടെ, ആവശ്യമില്ലാത്തവനൊക്കെ പോട്ടെ, അങ്ങനെ പറയൂലേ. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു ഇതാണ്. പിന്നെ ആവശ്യമുള്ളവർ നമ്മളെ തേടി വരികയും ചെയ്യും. കാരണം നമ്മുടെ കുറ്റം കൊണ്ടല്ല ഇങ്ങനൊരു, നമ്മളതിനകത്തേക്ക് വലിച്ചഴയ്ക്കുന്നതേ ഉള്ളൂ. മനസ്സിലായോ? നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പോകുന്നതാണ് ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ കാര്യം മാത്രം നോക്കി പോവുകയാണെങ്കിൽ നാട്ടുകാർക്ക് ചിലപ്പോൾ ചൊറിയും, ഇല്ലേ? ഇവൻ അങ്ങനെ രക്ഷപ്പെട്ടു പോയി, അല്ലെ ഇവളങ്ങനെ രക്ഷപ്പെട്ടു പോയി, അപ്പോൾ അവനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അപവാദം പറയാം, അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും മോശം പറയാം. അപ്പം അങ്ങനെയുള്ളൊരു മാനസിക സ്ഥിതി ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പം നമ്മൾ അത് ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോയി തന്നെ ചെയ്താൽ തീർച്ചയായിട്ടും വിജയിക്കുന്ന ഒരു വർഷം കൂടിയാണ് അനിഴം നക്ഷത്രത്തിന് ഈ വിഷുഫലത്തിൽ. അതുപോലെ തന്നെ വ്യവസായ രംഗത്തൊക്കെ കുറച്ച് ഉയർച്ച കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് കുറച്ച് ഐഡിയ പരമായിട്ടൊക്കെ മുന്നോട്ട് നീങ്ങിയാൽ നന്നായിട്ടൊരു സമ്പാദിക്കാവുന്ന ഒരു സമയമാണ്. അതുപോലെ വാഹനം ഇടപാടുകളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ലാഭം തന്നെ പ്രതീക്ഷിക്കാം ഈ വർഷം. ഭൂമിയിൽ നിന്നുള്ള ആദായമൊക്കെ കൂടും. നല്ല രീതിയിൽ തന്നെ ഇപ്പം കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണേലും അവർക്കൊക്കെ നല്ലൊരു ലാഭം. അതായത് നമ്മുടെ കൂടെ പ്രകൃതി കൂടി നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ വിജയിപ്പിക്കാൻ, അല്ലെ നമുക്കൊരു നല്ലൊരു കാലം തരാൻ വേണ്ടി പ്രകൃതിയും ഈശ്വരനും ഒക്കെ കടാക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ് അനിഴം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലത്തിൽ. അപ്പോൾ ഇതാണ് കൂടുതലായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഈ വർഷത്തെ അനിഴം നക്ഷത്രത്തിൻ്റെ വിഷുഫലവും. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, നമ്മൾ കുറച്ച് സൗമ്യമായിട്ടൊക്കെ ഇരിക്കുക. കൂടുതൽ നമ്മൾ വഴക്കിനൊന്നും പോകാതെ കുറച്ച് എന്താ പറയുക, സൗമ്യതയോടുകൂടി സംയമനം പാലിക്കുക എന്ന് പറയില്ല. കൂടുതലായി കഴിഞ്ഞാൽ മാത്രം അറ്റാക്ക് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ നമ്മുടെ ഒരു ടാർഗറ്റ് വെക്കുക, ആ വഴി തന്നെ പോവുക. അപ്പോൾ കാര്യങ്ങളൊക്കെ റെഡിയാവും. അതുപോലെ തന്നെ ഗൃഹം നിർമ്മിക്കാനും ഗൃഹം വാങ്ങാനും ഒക്കെ ഉള്ളൊരു യോഗം കാര്യങ്ങളൊക്കെ കാണുന്നു. അതുപോലെ വിവാഹ യോഗം കാര്യങ്ങളൊക്കെ ഈ വർഷം കാണുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ കൃഷ്ണനെയും ഭദ്രകാളിയെയും പ്രീതിപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് മുന്നോട്ട് ശുഭകാര്യങ്ങൾ ഉൾപ്പെടെ നല്ല രീതിയിൽ നടക്കാനുള്ളൊരു കാര്യം കാണുന്നു. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. കൂടുതൽ കാര്യങ്ങൾ ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓരോ ആൾക്കാരുടെ കാര്യങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാര്യങ്ങൾ വരും. അപ്പോൾ ഇന്നത്തെ അനിഴം നക്ഷത്രത്തിൻ്റെ വിഷുഫലം ഇതോടുകൂടി തീരുകയാണ്. അപ്പം എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമസ്കാരം. ജീവേഷ്.